യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച ഒരു സഹോദരൻ തൻ്റെ ജീവിതത്തിൽ വളരെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു സമയം, ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ കർത്താവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ താൻ പ്രാർത്ഥനയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആയിരിക്കുന്നൊരു സമയം, തൻ്റെ 2 കുഞ്ഞുങ്ങളിൽ ഒരാൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അവിടുന്ന് ടീച്ചർ ഇപ്രകാരം പറഞ്ഞു, നാളെ വരുമ്പോൾ 2 രൂപ ബാഡ്ജിനായി കൊണ്ടുവരണം. ആ 2 രൂപ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തയക്കാൻ കഴിയാത്ത ആ സഹോദരൻ വളരെ വിശ്വസ്തയോടെ ദൈവമുഖം നോക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ നടുവിൽ താൻ കണ്ണുനീരോടെ കരഞ്ഞു. താൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഭക്ഷണത്തിനായി വിശന്ന ഏലിയാവിനെ പോറ്റിയ ദൈവമേ, എനിക്കും ഒരത്ഭുതം ചെയ്യണമെന്ന്. ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾക്കകം, പ്രാർത്ഥന കഴിഞ്ഞ നിമിഷങ്ങൾക്കകം എവിടെ നിന്നോ വന്ന കാക്ക തൻ്റെ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിലെ ബാഡ്ജ് തൻ്റെ കൺമുമ്പിലിട്ടേച്ച്, വീട്ടിൻ്റെ മുൻപിലിട്ടേച്ച് പറന്നു പോകുന്നത് താൻ കണ്ടു. തിരുവചനം ഇപ്രകാരം പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബവും, ഒരു വ്യക്തിയും, ഒരു സഹോദരനും, അത് ആരോ ആയിക്കോട്ടെ, അവർ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്തതിൻ്റെ കാരണം ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. യെശയ്യാ പ്രവചനത്തിൽ 49-ാം അധ്യായം 23 ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. നാം മനുഷ്യൻ്റെ വാക്ക് പ്രതീക്ഷിക്കാതെ, മാനുഷികമായി കാത്തിരിക്കാതെ, കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് കാത്തിരിക്കുവാൻ തയ്യാറായാൽ, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, ഞാൻ നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും. സംശയങ്ങൾക്ക് ഒത്തിരി ഇട നൽകാമായിരുന്നു. പ്രായത്തിൻ്റെ വാർദ്ധക്യമെത്തുമ്പോഴും തലമുറയില്ല. ആ വാഗ്ദത്തങ്ങൾ ഏകദേശം 25 വർഷത്തോളം താൻ മുറുകെ പിടിച്ച് കാത്തിരുന്നു. എൻ്റെ ദൈവം വിശ്വസ്തൻ. ഇന്നും ദൈവത്തെ വിശ്വസ്തൻ എന്നെണ്ണി കാത്തിരിക്കുന്നൊരു ദൈവപൈതൽ ലജ്ജിച്ചു പോകുവാൻ, പ്രായത്തിൻ്റെ വാർദ്ധക്യത്തിൽ നമ്മെ നിരസിച്ചു കളയാത്ത ദൈവം, നമ്മെ മനുഷ്യർ തള്ളിമാറ്റുമ്പോൾ, നിന്നെ ഇനി കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളി മാറ്റുമ്പോൾ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തുന്നു. പ്രായം നോക്കാതെ, നമ്മുടെ ഗുണം നോക്കാതെ, നമ്മുടെ ക്വാളിറ്റി നോക്കാതെ, നമ്മുടെ കുടുംബ മഹിമ നോക്കാതെ നമ്മെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവം. ആ ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിന് ദൈവം തലമുറയെ നൽകി ആദരിക്കുവാനിടയായി. അതേ പ്രിയരെ, നമ്മുടെ ലജ്ജ മാറ്റും. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്നൊരു ദൈവപൈതൽ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. തിരുവചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നാം ലജ്ജിച്ചു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ആകയാൽ നാം ഓർക്കുക, ഒരിക്കൽ ഒരു അഭിഷിക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി. താൻ ബോംബെയിലേക്ക് കടന്നുപോയി ശുശ്രൂഷിക്കാൻ കടന്നു പോകുമ്പോൾ 22 വർഷമായി തലമുറയില്ലാത്തൊരു കുടുംബം. അവർ വളരെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 22 വർഷം കുഞ്ഞുങ്ങളില്ലാത്തവർ അപ്പോഴും 22ാമത്തെ വർഷവും പ്രാർത്ഥനയ്ക്കായി ഒരു അഭിഷിക്തന് മുൻപിലേക്ക് വരുന്നു. ആ വിശ്വാസം എത്ര വലുതാണ്! ആ വാഗ്ദത്തം എത്ര വലുതാണ്! വാർദ്ധക്യത്തിലെത്തിക്കാണും, പക്ഷെ ഒരുപക്ഷെ മനുഷ്യൻ തള്ളിയേക്കാം, വൈദ്യശാസ്ത്രം തള്ളിയേക്കാം, ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇനി അസാധ്യമാണ്, നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് നാം വിശ്വസിക്കാൻ തയ്യാറായാൽ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത, ആ രക്ഷിച്ച ദൈവം മതിയായ ദൈവമാണ്. ആകയാൽ പ്രിയരെ, ആ 22 വർഷം കാത്തിരുന്ന കുടുംബം അടുത്ത വർഷം, പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത വർഷം അവരുടെ തലമുറയെ അണച്ചു. ഇന്നും ഏത് വിഷയത്തിന് നടുവിൽ ഭാരപ്പെടുന്നുവോ, ആ വിഷയം നമുക്ക്
അത്ഭുതകരമായി നടത്തിത്തരാൻ, നമ്മുടെ നിന്ദയെ ഉരുട്ടിക്കളയാൻ, ലജ്ജയെ എടുത്തു മാറ്റാൻ നാം ആരാധിക്കുന്ന ദൈവം മതിയായ ദൈവമാണ്. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ആരെയും ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കാത്ത ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മെ സഹായിക്കും. മേ ഗോഡ് ബ്ലസ് യു.